വല്ലവന്റെയും ഗർഭമലസിപ്പിക്കൽ കേസിൽ ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ പോയ ലോകത്തെ ഏക വ്യക്തി നമ്മുടെ രാഹുൽ ഈശ്വറാണ്. ഈ സംഭവത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഒരുപക്ഷെ രാഹുൽ ഈശ്വർ ഇടം പിടിച്ചേക്കാം. എന്തായാലും രാഹുൽ ഈശ്വർ ഇപ്പോൾ കേരള സമൂഹത്തെ മലീമസമാക്കിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് വീഡിയോ ഇട്ടതിൻ്റെ പേരിലല്ല രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്. അതിജീവിതയെ അപമാനിച്ചതിൻ്റെ പേരിലാണ്. നുണച്ചി, പെരുങ്കള്ളി എന്നൊക്കെ വിളിച്ചാണ് അതിജീവിതയെ ഈ മഹാമനുഷ്യൻ അപമാനിച്ചത്. രാഹുൽ ഈശ്വർ ഒരു കാലത്ത് കേരള സമൂഹത്തിൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം തറ ഹൈന്ദവ തീവ്രവാദിയായി വളർന്നു. സംഘപരിവാറും BJPയും പോലും അദ്ദേഹത്തെ തള്ളിക്കളയുന്ന അവസ്ഥയിലെത്തി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ പ്ലാൻ ബി ഒക്കെ നടത്തിയത് പോലീസ് പ്ലാൻ എ പ്ലാൻ ബി അങ്ങനെ എന്തൊക്കെയോ നടത്തിയിരുന്നു അദ്ദേഹം. നമ്മുടെ ഇൻ്റലിജൻസ് കൃത്യമായി പൊക്കി. ശബരിമലയിൽ രക്തം വീഴ്ത്താനായിരുന്നു ഇവൻ്റെ തീരുമാനം. അതിനുവേണ്ടി ഇവൻ കളികൾ കളിച്ചു. അതോടെ സംഘപരിവാറും BJPയും ഇവനെ ചുമന്നത് മതിയാക്കി. നാറിയവനെ ചുമന്നവനും നാറുമല്ലോ. എന്തായാലും രാഹുൽ ഈശ്വറിന് സംഭവിച്ചത് 10 പൈസയുടെ ബുദ്ധിക്കുറവോ അതിബുദ്ധിയോ ആയിരിക്കാം. എന്തായാലും 10 പൈസയുടെ ബുദ്ധിക്കുറവുണ്ട് ഇവനെന്നുള്ളത് ഉറപ്പാണ്. അതിജീവിത ദിലീപിനെതിരെ പരാതി നൽകിയപ്പോൾ, ബാലേന്ദ്രകുമാർ ദിലീപിനെതിരെ തെളിവുകൾ നൽകിയപ്പോൾ ചാനലുകളിൽ വന്നിരുന്ന് ദിലീപിന് വേണ്ടി ഘോരം വാദിച്ചു ഇവൻ. അതോടുകൂടി മലയാള സമൂഹത്തിൻ്റെ പുറമ്പോക്കിലായി ഇവൻ. മലയാളികളുടെ മനസാക്ഷിയുടെ പുറമ്പോക്കിലായി ഇവൻ. അതിജീവിതയ്ക്ക് വേണ്ടി കേരളം മുഴുവൻ വാദിച്ചപ്പോൾ ദിലീപിന് വേണ്ടി വാദിക്കാൻ ഇവനെ പോലെയുള്ള കുറേ ആണും പെണ്ണും കെട്ട രൂപങ്ങളെ കിട്ടി. എന്തായാലും ചീവിട് കരയുന്നത് പോലെ ഇവൻ ദിലീപിന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ മറ്റൊരു സംഭവമാണ് ഇവന് സംഭവിക്കാൻ പോകുന്നത്. വരുന്ന ഡിസംബർ 8-ാം തീയതി ദിലീപിൻ്റെ കേസിൻ്റെ വിധിയാണ്. അതിജീവിത കൊടുത്ത പരാതിയിൽ പോലീസിൻ്റെ അന്വേഷണം നടന്ന സംഭവത്തിൽ, പോലീസ് തെളിവുകൾ നിരത്തിയ സംഭവത്തിൽ ദിലീപ് കേസിൻ്റെ വിധി വരുന്ന 8-ാം തീയതിയാണ്. ദിലീപ് കേസിൻ്റെ വിധി വരുമ്പോൾ ആർമാദിക്കാനായിരുന്നു ഇവൻ്റെ രാഹുൽ ഈശ്വറിൻ്റെ തീരുമാനം. പക്ഷേ ഇനി ചാനലുകളിൽ നിന്ന് ചെന്ന് വായ തുറക്കാൻ കോടതി അനുവദിക്കുമോ എന്ന് അറിയില്ല. അത്ര ഗതികേടിലായിപ്പോയി ഇവൻ്റെ സ്ഥിതി. 8-ാം തീയതിക്കകം ഇവന് ജാമ്യം കിട്ടുമോ എന്ന് പോലും അറിയില്ല. പോലീസ് ശക്തമായ തെളിവുകളാണ് ഇവനെതിരെ ചുമത്തിയിരിക്കുന്നത് കോടതിയിൽ തന്നെ ഇവൻ കാണിച്ച ഷോയാണ് ഇവൻ്റെ റിമാൻഡിലേക്ക് നയിച്ചത്. ഇവന് വേണ്ടി ഹാജരായത് പ്രശസ്ത അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാറാണ്. അദ്ദേഹത്തിനെ വാതുറക്കാൻ ഇവൻ കോടതിയിൽ അനുവദിച്ചില്ല എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഇവൻ തന്നെ വാദിച്ചു. ജഡ്ജി റിമാൻഡ് ചെയ്ത് ജയിലിലാക്കി. ഡിസംബർ 8-ന് ദിലീപ് കേസിൻ്റെ വിധി വരുമ്പോൾ ആഘോഷിക്കാൻ വേണ്ടി ചാനലുകളിൽ കാത്തിരിക്കുകയായിരുന്നു ഇവനെ ഇനി ചാനലുകളും വിളിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മലീമസമാക്കപ്പെടുന്ന സമൂഹത്തിലേക്ക് ചെളിവാരി എറിയുന്നതിൻ്റെ പ്രതീകമാണ് രാഹുൽ ഈശ്വർ എന്ന വ്യക്തി. ഒന്നുകിൽ ഇവൻ പമ്പര വെട്ടി, അല്ലെങ്കിൽ ഇവൻ പഠിച്ച ക്രിമിനൽ. ഇത് രണ്ടുമാണ് ഇവനെക്കുറിച്ച് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. ഒന്നുകിൽ പമ്പര വെട്ടി, അല്ലെങ്കിൽ പഠിച്ച ക്രിമിനൽ. എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി 8-ാം തീയതി പറയും കോടതി. അത് കഴിഞ്ഞ ശേഷമുള്ള ചാനൽ ചർച്ചകളിലും ഒക്കെ വന്ന് ഷൈൻ ചെയ്യാനിരിക്കുകയായിരുന്നു ഇവൻ. പക്ഷേ വിധി ഇവനെ ജയിലിലാക്കിയപ്പോൾ ഇവന് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. അങ്ങനെ കേരള സമൂഹം മുഴുവൻ
ഇവനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇവൻ പറയുന്നത് കേൾക്കാനും ആരും തയ്യാറാവില്ല. കാരണം പണ്ടത്തെ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ചാനലിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ജനം ആ ചാനലുകാരെ കൂക്കി വിളിക്കും. ചാനലുകാർ ആധുനിക കാലത്ത് അല്ലെങ്കിൽ അത്യന്താധുനിക കാലത്ത് ചാനൽ സംസ്കാരമാണ് ഇപ്പോൾ. ചാനലും സോഷ്യൽ മീഡിയയുമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും ചാനലുകളും സോഷ്യൽ മീഡിയയും നിയന്ത്രിക്കുന്ന ലോകത്ത് രാഹുൽ ഈശ്വർമാർ വളർന്നു വരും. പക്ഷേ സ്വയം മറക്കുമ്പോൾ ജയിലിലായി മാറുകയും ചെയ്യും. എന്തായാലും രാഹുൽ ഈശ്വർ നിരാഹാര സമരത്തിലാണ്. നിരാഹാര സമരത്തിൽ കഴിയുന്ന നിരാഹാരവുമായി ഇരിക്കുന്ന രാഹുൽ ഈശ്വറിനെ ഒരു പട്ടിക്കും വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം. ജയിലിൽ കിടന്ന് തിരിച്ചിറങ്ങുമ്പോൾ പണ്ടത്തെ പോലെ ചാനലുകാർ ഓടിയെത്തി ബൈറ്റ് എടുത്തിരിക്കാം. പക്ഷേ ഇനിയൊരു ചാനൽ ചർച്ചയിലും ഇവൻ കാണില്ല എന്നുള്ളത് ശ്രദ്ധേയം. അത് അവൻ്റെ വിധിയാണ്. ജൂൺ 8 തീയതി വിധി പറയുമ്പോൾ ദിലീപിനെ ന്യായീകരിക്കാനും അതിജീവിതയെ അപമാനിക്കാനും ഒന്നും രാഹുൽ ഈശ്വർ കാണില്ല. കോടതിയിൽ നിന്ന് അത്രയേറെ അടി കിട്ടിയിരിക്കുന്നു ഈ ആധുനിക കാലത്ത് പട്ടി ഷോ കാണിക്കുന്ന വ്യക്തിക്ക്. ഇവനെന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിക്കുകയാണ് പൊളിറ്റിക്സ് കേരള. ഒരു കാലത്ത് ഇവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അറിയപ്പെടുന്നവർക്ക്. കാരണം എല്ലാവരെയും സാറെന്നും ജി എന്നും ഒക്കെ വിളിക്കൂ. പക്ഷേ പിന്നീട് ദിലീപും അതിജീവിതയുമായുള്ള ചാനൽ ചർച്ചകളിൽ ദിലീപിന് വേണ്ടി ഘോരം വാദിച്ച് ഇവനെത്തിയപ്പോൾ കേരള സമൂഹം മൂക്കത്ത് വിരൽ വെച്ച് പോയി. കാരണം ഇങ്ങനെ ഒരുത്തനെ കേരള സമൂഹത്തിന് കിട്ടിയിട്ടില്ല. അന്ന് കാണിച്ച ഷോകളൊക്കെ പട്ടി ഷോയായി മാറുകയായിരുന്നു. പിന്നീട് എവിടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുവോ പീഡിപ്പിക്കുന്ന പുരുഷന് വേണ്ടി ഇവനെത്തി. മെൻസ് കമ്മീഷൻ ഉണ്ടാക്കണമെന്നും പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് റബലാണ് താൻ എന്നൊരു തിയറി, എന്നൊരു ബോധം ഉണ്ടാക്കാൻ ഇവൻ നന്നായി ശ്രമിച്ചു. എന്തായാലും ആ ശ്രമങ്ങളെല്ലാം പാഴ്ശ്രമങ്ങളായി മാറിയിരിക്കുന്നു. കോടതിയിൽ കയറിയിറങ്ങി ജയിലിൽ കിടന്ന് നട്ടം തിരിയാനാണ് ഇവൻ്റെ വിധി. ഇവൻ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ദിലീപിന് അനുകൂലമായി നിന്നുകൊണ്ട് ദിലീപിനെതിരായി സംസാരിക്കുന്നവരെ പുലഭ്യം പറഞ്ഞിട്ടുണ്ട്. ആ പുലഭ്യം പറയലൊക്കെ വ്യർത്ഥമായി മാറിയിരിക്കുന്നു. 8 തീയതി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു പാവം രാഹുൽ ഈശ്വർ. പക്ഷേ 8 തീയതി ചാനൽ ചർച്ചകളിൽ ഇവൻ കാണില്ല എന്നുള്ളത് ശ്രദ്ധേയം. ചാനലുകാർ ഇവനെ വിളിച്ചാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവനെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ കോടതി ഇവനെ സംസാരിക്കാൻ അനുമതി കൊടുക്കുമോ എന്നറിയില്ല. ചാനലുകാർ ഇവനെ വിളിക്കാനുള്ള സാധ്യതയും കുറവ്. കാരണം ഇവൻ വെറും വേസ്റ്റാണ്.